വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി ആദ്യത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അതിനുശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഷോർട്ട് നോട്ട് കുട്ടികൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന്റെ ഷോർട്ട് നോട്ട് ഓൾറെഡി നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആക്സസ് ചെയ്യാൻ സാധിക്കും. നോട്ട്സ് വേണ്ട കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ആക്സസ് ചെയ്യാൻ സാധിക്കും. ടോട്ടൽ 36 പേജിലാണ് നമ്മുടെ ടോട്ടൽ സബ്ജക്റ്റിനെ ഏറ്റവും സിംപ്ലിഫൈ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെയാണ്. സോ പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനും സാധിക്കുന്നതാണ്. അതിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ്, അസൈൻമെൻറ്റ് സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. SAക്ക് നമുക്ക് 4 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 2 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ഒരു ചോദ്യത്തിന് 15 മാർക്ക്. അപ്പോൾ ചില സമയത്ത് ഞാൻ കറക്റ്റ് 4 ചോദ്യങ്ങൾ മാത്രം സജഷനായിട്ട് തരാറുണ്ട്. അതിൽ 2 എണ്ണം നമുക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ. ഈ ഒരു പ്രാവശ്യം ഞാൻ 4 എണ്ണം എന്തായാലും പ്രതീക്ഷിക്കുന്നത് തരുന്നുണ്ട്. അതിൽ നിന്ന് 2 എണ്ണം കിട്ടും. ദെൻ അഡീഷണൽ ആയിട്ടൊരു 2 സജഷൻ കൂടി നൽകുന്നുണ്ട്. ഒരു 6 ചോദ്യങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യത്തെ 4 എണ്ണം നോക്കിയാൽ തന്നെ അതിൽ നിന്ന് 2 എണ്ണം ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു SI ചോദ്യമാണ്, ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് എന്താണ്? അവന്യൂസ് എന്താണ്? അതിൻ്റെ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഉണ്ട്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അവന്യൂസ് ഉണ്ട്. അപ്പോൾ 2 രീതിയിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ട്രഡീഷണൽ അവന്യൂസ് മാത്രം ചോദ്യമായിട്ട് വരാം, ഇന്നോവേറ്റീവ് മാത്രമായിട്ട് ചോദിക്കാം. അപ്പോൾ അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്ന് പറഞ്ഞ ടോപ്പിക് എന്തായാലും പഠിക്കുക. പിന്നെ അതിൽ മറ്റൊരു സ്കോപ്പ് എന്ന് പറയുന്നത്, അതിൽ ഇന്നോവേറ്റീവ് അവന്യൂസിൽ മ്യൂച്വൽ ഫണ്ട്, SIP, അതിനെപ്പറ്റിയുള്ള കൺസെപ്റ്റുകളുണ്ട്. അത് വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ വരുന്നതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. രണ്ടാമത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്? നിർബന്ധമായും പഠിക്കുക. അതിൻ്റെ അപ്രോച്ചസ് പഠിക്കുക. അതുപോലെ തന്നെ അതിൽ EIC ഉണ്ട്, ഇക്കണോമിക് ഇൻഡസ്ട്രി കമ്പനി അനാലിസിസ്. അതിൻ്റെ ഫ്രെയിം വർക്ക് അതും നോക്കി വയ്ക്കുക. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്, ദെൻ അതിൻ്റെ അപ്രോച്ചസ്, ദെൻ ഇക്കണോമിക് ഇൻഡസ്ട്രി കമ്പനി അനാലിസിസ്, അതിൻ്റെ ഫ്രെയിം വർക്ക്. ഇതാണ് രണ്ടാമത് പ്രതീക്ഷിക്കുന്ന ചോദ്യം. മൂന്നാമത് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ബിഹേവിയറൽ ഫൈനാൻസ്? ദെൻ ബിഹേവിയറൽ ഫിനാൻസിൻ്റെ ബയാസസ് ഉണ്ട്. ബിഹേവിയറൽ ഫിനാൻസിൻ്റെ ബയാസസ്, അതുപോലെ തന്നെ ഹ്യൂറിസ്റ്റിക്സ്. ഇതാണ് നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഹ്യൂറിസ്റ്റിക്സ്. അപ്പോൾ ബിഹേവിയറൽ ഫിനാൻസ് എന്താണ്, അതിൻ്റെ ബയാസസും ഹ്യൂറിസ്റ്റിക്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത്. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. അടുത്തതായിട്ട് പ്രതീക്ഷിക്കുന്നത് പോർട്ട്ഫോളിയോ റിവിഷൻ എന്താണ്? റിവിഷൻ എന്താണ്? അതിൻ്റെ നീഡ്, ദെൻ അതിൻ്റെ സ്ട്രാറ്റജീസ്. ഇതാണ് നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 4 ചോദ്യങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം നിങ്ങൾക്ക് നിർബന്ധമായും കിട്ടും. അപ്പോൾ SIക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ ഈ 4 എണ്ണം എന്തായാലും പഠിക്കുക. ഓക്കെ, ഇനി 2 ചോദ്യങ്ങൾ കൂടി നൽകുന്നു. അത് ചിലപ്പോൾ 5 മാർക്സിനോ ചിലപ്പോൾ SIക്ക് ഇടാം. അപ്പോൾ അതും കൂടി ഞാൻ നൽകുകയാണ്. ഓക്കെ, 4 എണ്ണം
ചോദ്യത്തിനുള്ള സ്കോപ്പ് ഉണ്ടല്ലോ അവിടെ. അപ്പോൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യം, എന്താണ് പോർട്ട്ഫോളിയോ അനാലിസിസ്? പോർട്ട്ഫോളിയോ എന്താണ്? പോർട്ട്ഫോളിയോ അനാലിസിസ് എന്താണ്? അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ചിലപ്പോൾ ഇത് 5 മാർക്കിൻ്റെയിലേക്കും വരാം കേട്ടോ, മാറ്റിയിടാം. ഒബ്ജക്റ്റീവ്സ് എന്താണ്? പിന്നെ റിസ്ക് റിഡക്ഷൻ ത്രൂ ഡിവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ 15 മാർക്സ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയും ചോദിക്കാം. റിസ്ക് റിഡക്ഷൻ ത്രൂ ഡിവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ഇതും നോക്കി വയ്ക്കുക. ഇതാണ് SEക്ക് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഒരു സജഷനും കൂടി നൽകുന്നു. സാധ്യത എന്താ, ചിലപ്പോൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അസറ്റ് പ്രൈസിങ് മോഡൽസ് എന്താണ്? അസറ്റ് പ്രൈസിങ് മോഡൽസ് എന്താണ്? അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഏതൊക്കെയാണെങ്കിൽ അത്. അപ്പോൾ ഞാൻ ആദ്യത്തെ 4 ഏറ്റവും ഷുവർ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ബാക്കി 2 ഏതെങ്കിലും ഒരെണ്ണം, ചിലപ്പോൾ 5-ാമത്തെയാണ് കൂടുതൽ. പോർട്ട്ഫോളിയോ എന്താണ്, പോർട്ട്ഫോളിയോ അനാലിസിസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതും ചിലപ്പോൾ എന്താണ് എക്സ്പെക്ട് ചെയ്യാം. അതല്ലെങ്കിൽ 5 മാർക്കിന്. അപ്പോൾ ഇതാണ് SEക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ ആദ്യത്തെ 4 നന്നായിട്ട് പഠിക്കുക, അതിൽ നിന്ന് തന്നെ 2 ലഭിച്ചിരിക്കും എന്തായാലും. അതാണ് നമ്മുടെ മെയിൻ എക്സ്പെക്റ്റേഷൻ. അതിനുശേഷം ബാക്കിയുള്ളതിലേക്ക് പോവാം. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സ്, പാർട്ട് ബിയിലുള്ള 5 മാർക്സ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.